കഠിനമായ യാതനകളിലൂടെയും ദുരിതങ്ങളിലൂടെയും കടന്നുപോയ ഇയ്യോബിന് വലിയ ഏകാന്തതയിലൂടെ കടന്നു പോകേണ്ടതായി വന്നു. മക്കളും സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ടു. ഭാര്യയും തള്ളിപ്പറഞ്ഞു. രോഗിയായി. ആ കനത്ത ഏകാന്തതയിൽ നിരാശപ്പെടാതിരിപ്പാൻ യഹോവ ചുഴലിക്കാറ്റിൽ നിന്നും ഇയ്യോബിനോട് ഉത്തരം പറഞ്ഞു. ചുഴലിക്കാറ്റിൽ യഹോവയുടെ സ്വരം ഇയ്യോബ് കേൾക്കുന്നു. യഹോവ ആരെന്ന് ഇയ്യോബിന് ദൈവം മനസ്സിലാക്കി കൊടുക്കുന്നു. ഭൂമിക്ക് അടിസ്ഥാനമിടുകയും അളവ് നിയമിക്കുകയും സമുദ്രത്തിന് അതിര് നിർണയിക്കുകയും ആകാശത്തെ അനേകം കോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങൾ കൊണ്ടും പ്രജ്വലിപ്പിച്ച് നിർത്തുകയും ഭൂമിയിലെ സർവ്വചരാചരങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രതിപാദിച്ചപ്പോൾ ഇയ്യോബ് തന്നെത്താൻ ദൈവസന്നിധിയിൽ താഴ്ത്തി ഇങ്ങനെ പറഞ്ഞു: ഞാൻ നിസ്സാരനല്ലോ, ഞാൻ നിന്നോട് എന്തുത്തരം പറയേണ്ടു? ഞാൻ കൈകൊണ്ട് വായ് പൊത്തിക്കൊള്ളുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 4-ാമത് വചനം. ഏകാന്തത ജീവിതത്തിൽ അനുഭവിക്കാത്തവരെ ആരും തന്നെ കാണുകയില്ല. പലവിധ ഏകാന്തതകളാൽ മനസ്സ് നീറിക്കഴിയുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. മരണവും വ്യാധിയും കടഭാരങ്ങളും ജോലി നഷ്ടവും ഇഷ്ടപ്പെട്ടവരുടെ അവിചാരിതമായ പെരുമാറ്റങ്ങളും ജീവിതത്തിൽ ഏകാന്തതകൾ വരുത്താം. മക്കളുടെ വെറുപ്പും വിദ്വേഷവും ഏകാന്തത നമുക്ക് വരുത്താം. വൃദ്ധസദനങ്ങളിൽ കഴിയുന്ന അനേകരിൽ ഏകാന്തത കടന്നു വരാം. ഇയ്യോബിൻ്റെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഒരു ഏകാന്തത കടന്നു വരുവാൻ ഇടയായി തോന്നുന്നു. സാത്താൻ നുഴഞ്ഞുകയറി ജീവിതത്തിൽ ദുഃഖവും നിരാശയും വരുത്തുവാൻ ഇടയായിത്തീരും. അവൻ പല വികൃതമായ ആലോചനകളും നൽകാം. മാത്രമല്ല, ആത്മഹത്യയിലേക്ക് വരെ സാത്താനാകുന്ന ശത്രു നമ്മെ കൊണ്ടുപോകുവാൻ സാധ്യതയുണ്ട്. ജീവിതത്തിലെ ഏകാന്തതകളിൽ ഒരിക്കലും നാം തനിച്ചല്ല എന്ന കാര്യം നാം ഓർക്കണം. വേദപുസ്തകം പരിശോധിച്ചാൽ ഏകാന്തതകളിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നതായി നമുക്ക് പലരുടെയും ജീവിതത്തിൽ കാണാൻ കഴിയും. ഏശാവിനെ പേടിച്ച് ഹാരാനിലേക്ക് പുറപ്പെട്ട യാക്കോബ് തൻ്റെ ഏകാന്തതയുടെ നടുവിൽ സ്വർഗീയ ദർശനം കണ്ടു. ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു കോവണിയും ദൈവദൂതന്മാർ അതിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും കണ്ടു. യഹോവ യാക്കോബിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഏകാന്തതകളിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്നും ഒളിച്ചോടിയ മോശ ഇത്രോവിൻ്റെ ആടുകളെ നോക്കി ജീവിക്കുമ്പോൾ കടുത്ത ഏകാന്തതയിലായിരുന്നു. യഹോവ അവന് കത്തുന്ന മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട് മിസ്രൈമിനെതിരെ ആഞ്ഞടിച്ച് ഇസ്രായേൽ ജനത്തെ വിടുവിക്കുന്ന വലിയൊരു നേതാവായി ഉയർത്തി. ദാനിയേലിനെ കുറിച്ച് നോക്കിയാൽ സത്യ ദൈവത്തെ ആരാധിച്ചതിൻ്റെ പേരിൽ സിംഹക്കുഴിയിൽ എറിയപ്പെട്ടു. ആ ഏകാന്തതയിൽ സ്വർഗം ഇറങ്ങി വന്ന് സിംഹങ്ങളുടെ വായടച്ച് ദാനിയേലിനെ രക്ഷിച്ചു. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ തിരുവെഴുത്തുകൾ നമുക്ക് കാണുവാൻ കഴിയും. ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ കഷ്ടപ്പാടിൻ്റെയും ഏകാന്തതയുടെയും നാളുകളിലൂടെ കടന്നുപോയതായി കാണുന്നു. ആ ഏകാന്തതയെ 3 പക്ഷികളോടാണ് ദാവീദ് ഉപമിച്ചിരിക്കുന്നത്. എൻ്റെ ഞരക്കത്തിൻ്റെ ഓച്ച നിമിത്തം എൻ്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെ ആകുന്നു. ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ ഞാൻ ഉറക്കിളച്ചിരിക്കുന്നു. വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാകുന്നു. 102-ാം സങ്കീർത്തനം അതിൻ്റെ 5 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങൾ. കനത്ത ഏകാന്തതകളിലും ദാവീദ് ദൈവത്തിനോട് പറ്റിച്ചേർന്നു നിന്നു. അതിനാൽ സകല കഷ്ടങ്ങളിൽ നിന്നും ദൈവം അവനെ വിടുവിച്ചു. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. 91-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത് വചനം. ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ, വാർദ്ധക്യം കീഴ്പ്പെടുത്തുമ്പോൾ, രോഗത്താൽ വലയുമ്പോൾ ഒരിക്കലും നാം തനിച്ചല്ല. നമുക്കൊരു പിതാവുണ്ട്. ആരുമില്ല എന്ന് ചിന്തിക്കരുതേ. നമ്മുടെ കർത്താവ് മരിച്ച് ഭൂമിയുടെ അടിയിൽ പോയവനല്ല, മരിച്ച് കല്ലറ ഭേദിച്ച് പുറത്തു വന്നവനാണ്. ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഏത് പ്രതിസന്ധികളിലും ശക്തി പകരുവാൻ അവിടുന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്. ഈ ആത്മാവ് നമ്മോടൊപ്പമുണ്ട്. നമ്മെ സകലത്തിനും വഴി നടത്തുന്ന ആത്മാവ്. അതെ, ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. 2 തീമോഥെയോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത് വചനം.
ഈ ആത്മാവിന് വന്ന് വസിക്കുവാനുള്ള പരിശുദ്ധമായ ആലയമായി നമുക്ക് മാറുവാൻ കഴിയും. യേശു ഒരിക്കൽ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് ഇടറിപ്പോകും, ഞാൻ വലിയ ഏകാന്തതയിലൂടെ കടന്നു പോകും, എന്നാൽ പിതാവ് കൂടെയുണ്ട് എന്ന സത്യം യേശുവിന് അറിയാമായിരുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. പിതാവ് എന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ലതാനും. യോഹന്നാൻ 16:32 ജീവിതത്തിലെ നൊമ്പരങ്ങൾ, കഷ്ടപ്പാടുകൾ നാം ഒറ്റയ്ക്കല്ല. കാരണം അവൻ വസിക്കുന്നത് ദൈവത്തിൻ്റെ കൂടെയാണ്. അവർ ധൈര്യത്തോടെ യേശുവിനെ പോലെ പറയും, പിതാവ് എന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com